അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കോണ്ടാക്റ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മറന്നുവോ, അതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളല്ലെങ്കിൽ അവർ, ഓക്കെ, ഡിസ്കവറി, ഓ മൈ ഗോഡ്, നിങ്ങളല്ലെങ്കിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് കെയർ, രണ്ടുപേരും, നിങ്ങളല്ലെങ്കിൽ അവരെന്ന് ഞാൻ പറയുന്നില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. ഒരു ബേബീസിനെ പോലെ അല്ലെങ്കിൽ ഒരു കുട്ടികളെ പോലെ ആയിരിക്കും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ എന്താ പറയുക, ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടായിരുന്നിരിക്കണം. ഇപ്പോൾ ആ ഒരു പേഴ്സൺ എന്താ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സൺ അല്ല, ഇത് നിങ്ങളുടെ കാര്യമാണ്. നിങ്ങൾ ഈ ഒരു നമ്മുടെ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും എൻഡായി പോയ പോലെ ഒരു ഫീലിങ്സിൽ നിങ്ങൾ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ, ഒരാളോടും സംസാരിക്കാൻ പോലും ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു ഡിപ്രസ്ഡ് മോഡിൽ കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളത് നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു യന്ത്രം പോലെ രാവിലെ എണീക്കുന്നു, എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, നിങ്ങൾ എന്നിട്ട് കിടന്നുറങ്ങുന്നു. അങ്ങനൊരു എന്തോ ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓൺ ഗോയിങ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ രാവിലെ എണീക്കുന്നുണ്ട്, ഉറങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വേദനയിൽ നിന്നൊരു മുക്തി നേടുന്നത് ചിലപ്പോൾ ഉറങ്ങുമ്പോഴേക്കും, പക്ഷെ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. എണീറ്റ് കഴിഞ്ഞൊരു ഇപ്പോൾ ഉറക്കമില്ലായ്മ, ബാക്കിയുള്ള സമയങ്ങളിൽ തീരെ ഉറക്കം കിട്ടാതെ ഇതന്നെ ആലോചിച്ച് ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥ. കാരണം നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല എന്നുള്ളൊരു, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സിറ്റുവേഷനിലേക്ക് കൂടിയാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലർ ജോബ് അടക്കം റിസൈൻ ചെയ്തിട്ടുള്ളവരായിരിക്കണം. ജോബ് പോലും എനിക്കിവിടെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു മട്ടിൽ, അല്ലെങ്കിൽ ലീവ് എടുത്തിട്ട് ഇരിക്കുന്നവരായിരിക്കണം. കാരണം അത്രമാത്രം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ ഡിപ്പെൻഡൻസി ഉണ്ടെന്ന് കാണിക്കുന്നു. ഈ ഒരു വ്യക്തി ആവട്ടെ, ഇവർ അകന്നു പോയിട്ടുണ്ടായിരിക്കണം, പക്ഷേ അവർ നിങ്ങളെ മറന്നിട്ടില്ല എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് തന്നെ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ തമ്മിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ മെയിൻ കാരണം ഡെവിൾ എഫക്റ്റ് ആണെന്നാണ് കാണുന്നത്. ഇവിടെ ഡിസ്കവറി, ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഡിസ്കവറി കാർഡാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നമുക്ക് നല്ല ഏഞ്ചൽസ് ആണ് നമ്മളുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവുക. ആർക്കേഞ്ചൽ മൈക്കിൾ ആൻഡ് ഗബ്രിയേൽ, ഇത്തരത്തിലുള്ള ഏഞ്ചൽസ്. അവരെ പോലും തള്ളി നീക്കിക്കൊണ്ട് ഇവിടെ ഒരു സ്പിരിച്വൽ അറ്റാക്ക് അല്ലെങ്കിൽ ഡെവിൾ എനർജി, നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, നല്ല മാലാക പുറത്തും നിങ്ങളുടെ എന്താ പറയുക, ഒരു വളരെ മോശമായിട്ടുള്ളൊരു എനർജിയിൽ നിൽക്കുന്ന ഒരു ഏഞ്ചൽ തന്നെ നമുക്ക് വിളിക്കാം. ഏഞ്ചൽസിനെ നല്ല ഏഞ്ചൽസും വളരെ മോശമായിട്ടുള്ള ഏഞ്ചൽസും ഉണ്ട്. പിശാച് എന്ന് ഞാൻ പറയുന്നില്ല. അത്തരത്തിലുള്ളൊരു നെഗറ്റീവ് എനർജി ഉള്ളൊരു ഏഞ്ചലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചുറ്റിലും നിന്ന് കളിക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഡിസ്കവറി ഈ ഒരു അതിൽ നിങ്ങളെ ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിക്കായിരിക്കും അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണ് അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ളതെന്ന് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മേ ബി നിങ്ങൾക്കാണ് ഈ പറയുന്ന സിറ്റുവേഷൻ ഒട്ടും പറ്റാതെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജോബിന് പോലും അത് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മേ ബി ഉണ്ടായിരിക്കാം. ബാക്കിയുള്ള കാര്യത്തിലാണെങ്കിലും നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റിലും വളരെയധികം ഒരു ഡെവിൾ എഫക്റ്റ് നിന്ന് കളിക്കുന്നുണ്ട്. നല്ല ഏഞ്ചൽസിന് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ അവർ പിന്നോക്കം നിൽക്കുകയാണ്. ഈ ഒരു കറുത്ത കൈകളാണ് നിങ്ങളെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിനെ പോലും അതിൽ കൺട്രോൾഡാക്കിയിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു വിള്ളലും മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകേണ്ടതായിരുന്നു. ഏഞ്ചൽസിന് ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട്. പക്ഷെ അതൊന്നും നടത്താൻ ആവാതെ ഏഞ്ചൽസ് ഓൾസോ ബാക്കിൽ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പ്രാർത്ഥനയ്ക്ക് പോലും നിങ്ങൾക്ക് ഫലം കിട്ടുന്നുണ്ടായിരിക്കില്ല. അതാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. പ്രയർ കാണുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരുണ്ട്.
പക്ഷെ അതിനു പോലും മനസ്സുകൊണ്ട്, കാരണം ശരീരം തളർന്നാലും കുഴപ്പമില്ല, മനസ്സ് തളർന്നാൽ എല്ലാം പോയി എന്നാണ് പറയുക. മനസ്സ് തളർന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിനൊരു ശക്തിയില്ല. എന്നിട്ട് രാവിലെ കുളിച്ചൊരു സ്ഥലത്ത് വരെ പോകണമെങ്കിൽ പോലും നിങ്ങൾക്കത് ഒരു ശക്തിയില്ല എന്നാണ് കാണുന്നത്. പക്ഷേ ഇവരുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഇവരെ തിരിച്ചു കിട്ടുമെന്നുള്ളത് പറഞ്ഞു നോക്ക്. നിങ്ങൾ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് നല്ല കുട്ടിയായിട്ട് ഓടും. അതിന് നിങ്ങൾ ഇവരെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ശക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇവർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടാനാവും, എന്തിനും പറ്റും, ആരോടും നന്നായിട്ട് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിലാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മേ ബി വെറുപ്പിച്ചിട്ടുണ്ടായിരിക്കാം, ഫാമിലിയിലുള്ള ആരോടും സംസാരിച്ചിട്ടുണ്ടായിരിക്കില്ല, ഫാമിലി മെമ്പേഴ്സ് പോലും നിങ്ങളുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളിൽ അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കാം. നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് ഓരോ ദിവസവും മറ്റുള്ളവരെ ഫേസ് ചെയ്ത് ഒന്ന് മുന്നോട്ട് പോകാനായിട്ട്, അധികാരോടും സംസാരിക്കാതെ ഒക്കെ ഒരു മൂടിയ അവസ്ഥയാണ്. ഈ ഒരു പേഴ്സണിൻ്റെ അവസ്ഥ ഞാൻ പറയാം. ഈ ഒരു പേഴ്സണിൻ്റെ അവസ്ഥ, നിങ്ങളുമായിട്ട് വേണ്ട എന്ന് പറഞ്ഞു പോയ സിറ്റുവേഷൻ ആൾക്കത് വളരെ കൂളായിരുന്നു. വേണ്ട ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞു പോയപ്പോൾ ആളത് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ടൊക്കെ പോയിരുന്നു. പക്ഷെ ഇപ്പോൾ ആയിട്ട് വളരെയധികം ആള് മെൻ്റലി ടയേർഡായിട്ട് കാണുന്നുണ്ട്. ആൾക്ക് എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഒറ്റപ്പെടുന്ന അവസ്ഥ. അവർക്കും അത് തന്നെയായിരുന്നു. നിങ്ങളെ കൂടെ സംസാരിച്ചിരുന്ന സമയത്ത്, നിങ്ങൾ സംസാരിച്ചിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് നിങ്ങളെ പരിചയപ്പെടുന്ന സമയം, സംസാരിച്ചു കൊണ്ടിരുന്ന സമയം, അപ്പോൾ അന്നൊക്കെ ആൾക്ക് വലിയ നിങ്ങളോടുള്ളൊരു വാല്യൂ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പോണെങ്കിൽ പോട്ട് പുല്ലെന്ന് പറഞ്ഞിട്ട് ആൾ പോയിട്ടുണ്ടെങ്കിലും ആൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു അയാൾക്ക് എന്നുള്ളത് അയാളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് ഗോസിപ്സ് ഉണ്ടായിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ഗോസിപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മൈൻഡ് ഈ ഒരു ബാഡ് എനർജി ഉണ്ടല്ലോ, അത് നിങ്ങളെ മൈൻഡിൽ കയറി ഓരോന്നും ചിന്തിപ്പിക്കുന്ന, അയാൾക്ക് വേറെ റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്നോട് ശരിക്കുള്ള സ്നേഹമുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് അതിലൊരു ഒരു ഗോസിപ്പ് മോഡ്സിൽ എത്തി. കാരണം നിങ്ങളെ മൈൻഡ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അത് ഇങ്ങനെ. അത് ഈ ഒരു ബാഡ് എനർജിയാണ് പറയിപ്പിക്കുന്നത് നിങ്ങളെ കൊണ്ട്. നിങ്ങളെ മൈൻഡിൽ ആൾക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹം ഉണ്ടാവില്ല, ആൾക്ക് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാവും, അതുകൊണ്ടാണ് എന്നോടിപ്പോൾ സംസാരിക്കാൻ ഇഷ്ടമല്ലാത്തത്, അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ എനർജി അവിടെ, അല്ലെങ്കിൽ ചെറിയൊരു കാര്യം കൊണ്ടൊക്കെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. മേ ബി അത് വലിയൊരു കാര്യമായിട്ടും പോലും ഉണ്ടായിരിക്കില്ല, പക്ഷെ അത് സംസാരിച്ച് വന്നപ്പോൾ വളരെ ഇതായിട്ട് പോയിട്ടുണ്ടായിരിക്കാം, വളരെ മോശമായ രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കാം ആ ഒരു വഴക്ക്. അത്തരത്തിൽ ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്.